മറ്റൊരാളുടെ ബിസിനസ്സിൽ പണം മുടക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇന്നലെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. 4 ആൾ കൂടി ഒരു ബിസിനസ്സിൻ്റെ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി, അടിയുണ്ടായി. അത് സോൾവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മറ്റൊരാളുടെ ബിസിനസ്സിൽ നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ഒരുപാട് അവരുടെ നല്ല ബിസിനസ് ഐഡിയയുമായിട്ട് അവർ നമ്മുടെ അടുത്ത് വരും. നിങ്ങൾ പണം മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തോളൂ എന്ന് പറയും. പക്ഷേ നമ്മൾ ആക്റ്റീവ്ലി ഇൻവോൾവ് ചെയ്യാത്ത ഒരു ബിസിനസ്സിൽ പണം മുടക്കുന്നതിന് മുമ്പ് ഒന്ന് ആ ബിസിനസ്സിൻ്റെ റിസ്ക് ഫാക്ടറിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ വേണം. അതായത് ആ ബിസിനസ് ചെയ്താൽ എന്താണ് അതിൻ്റെ പോസിബിലിറ്റി, ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ കപ്പാസിറ്റി, അവർക്ക് ഇതിനു മുമ്പുള്ള ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ വേണം. നമ്മളെ പണമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്, അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ രണ്ടാമത്തെ കാര്യം ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നലെ വന്ന കേസിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. 4 ആൾ കൂടി വായ വർത്താനത്തിൽ കച്ചവടം തുടങ്ങി. കച്ചവടം ഒരു പരുവത്തിലായപ്പോൾ അടിച്ച് പിരിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായ ലീഗൽ എഗ്രിമെൻറ്റുകൾ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഓണർഷിപ്പിനെ കുറിച്ചും നിങ്ങളുടെ ഷെയറിനെ കുറിച്ചും പ്രോഫിറ്റ് ഷെയറിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കണം. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾ. നമ്മൾ കണക്കുകൾക്ക് പരിശോധിക്കുക. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിന് അതിൻ്റെ ബിസിനസ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട കണക്കുകൾ പരിശോധിക്കാനുള്ള ഒരു സംവിധാനം ഒന്നുകിൽ മാസത്തിലോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ വരവ് ചെലവ് കണക്കുകളെ കുറിച്ച് അറിയാനുള്ള ഒരു സംവിധാനം എന്തായാലും വേണം. പല പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിലും ഇതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെയുള്ളത്, നമുക്ക് അഥവാ ഈ ബിസിനസ് ഉദ്ദേശിച്ച രീതിയിലല്ല പോകുന്നത്, അങ്ങനെയാണെങ്കിൽ അതിനകത്തുള്ള എക്സിറ്റ് ഓപ്ഷനെ കുറിച്ചും നമുക്കൊരു ഐഡിയ വേണം. അതും തുടക്കത്തിലേ നിങ്ങളൊരു ധാരണ ഉണ്ടാക്കി വെക്കണം. അല്ലെങ്കിൽ ആക്റ്റീവ്ലി ഇൻവോൾവ് ചെയ്യാത്ത ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ അതിനകത്ത് പണം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പല കേസ് സ്റ്റഡികളും പഠിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ്സിനെ കുറിച്ച് ആരെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ അത് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ബന്ധപ്പെടുക. അതിൻ്റെ ഒരു കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നതായിരിക്കും. പല ബിസിനസ്സിൻ്റെയും സ്ട്രക്ചറും അതിൻ്റെ പ്രൊജക്റ്റും കണ്ടു കഴിഞ്ഞാൽ അത് വയബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് പല പാരാമീറ്റേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി പേജ് ഫോളോ ചെയ്യുക. നിങ്ങളിങ്ങനെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് തട്ടിപ്പിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക.